നമസ്കാരം. അമേരിക്കയിലെ ഇന്ത്യൻ ഗ്രീൻ കാർഡ് ഉടമകൾ നാടുകടത്തൽ ഭീഷണിയിൽ. അമേരിക്കൻ പൗരത്വത്തിന് ഏറ്റവും നല്ല മാർഗം US ഗ്രീൻ കാർഡ് ആയിരുന്നു. എന്നാൽ ഗ്രീൻ കാർഡ് ഉടമകളെ അടുത്തിടെ തടഞ്ഞുവെക്കുകയും നാടുകടത്തുകയും ചെയ്തത് ഇന്ത്യക്കാർക്കും മറ്റുള്ളവർക്കും USലുള്ള അവകാശങ്ങളെയും ആശ്രയങ്ങളെയും കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. 2024 സാമ്പത്തിക വർഷത്തിൽ US പൗരത്വം അല്ലെങ്കിൽ ഗ്രീൻ കാർഡുകൾ നേടുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് ഇന്ത്യ. ആയതിനാൽ ഗ്രീൻ കാർഡുകളെ കുറിച്ചുള്ള ഈ സൂക്ഷ്മ പരിശോധന ഇന്ത്യക്കാരെ ആശങ്കപ്പെടുത്തുന്നു. 49,700 ഇന്ത്യക്കാർക്ക് സ്വാഭാവിക പൗരത്വം ലഭിച്ചു. ഇത് പുതിയ പൗരന്മാരിൽ 6.1% വരും. എന്നാൽ ഇന്ത്യക്കാർ പുറത്താക്കൽ ഭീഷണി നേരിടുന്ന അനിശ്ചിതത്വ കാലത്ത് US-ൽ ഇന്ത്യൻ ഗ്രീൻ കാർഡ് ഉടമകൾക്ക് എന്തെല്ലാം അവകാശങ്ങളാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. നിയമപരമായ സ്ഥിരതാമസക്കാർ എന്നറിയപ്പെടുന്ന ഗ്രീൻ കാർഡ് ഉടമകൾക്ക് വിദേശയാത്രയ്ക്ക് ശേഷം US-ലേക്ക് മടങ്ങാനുള്ള നിയമപരമായ അവകാശമുണ്ട്. എന്നിരുന്നാലും കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ഉദ്യോഗസ്ഥർക്ക് ഗ്രീൻ കാർഡിനുള്ള യോഗ്യത ഉറപ്പാക്കാൻ ഉടമകളെ പരിശോധിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യാം. ഇമിഗ്രേഷൻ നിയമപ്രകാരം നിങ്ങളെ നീക്കം ചെയ്യാവുന്ന ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ സ്ഥിരമായി താമസിക്കാൻ സാധിക്കും. ഗ്രീൻ കാർഡ് ഉടമകൾക്ക് യോഗ്യതയുള്ള ഏതൊരു ജോലിക്കും നിയമപരമായി ജോലി നൽകണം. എന്നാൽ സുരക്ഷാ കാരണങ്ങളാൽ US ചില ജോലികൾ നീക്കിവച്ചിരിക്കുന്നു. USCIS അനുസരിച്ച് അവർക്ക് US നിയമത്താൽ സംരക്ഷണം ലഭിക്കും. എന്നാൽ ഈ പേജ് അവകാശങ്ങളെക്കുറിച്ച് മാത്രമല്ല, ഗ്രീൻ കാർഡ് ഉടമയുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും എടുത്തു കാണിക്കുന്ന ഒന്നാണ്. അവർ US-ലെയും അതിന്റെ പ്രദേശങ്ങളിലെയും എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും അവരുടെ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കുകയും US ഇന്റേണൽ റവന്യൂ സർവീസിനും സംസ്ഥാന നികുതി അധികാരികൾക്കും അവരുടെ വരുമാനം റിപ്പോർട്ട് ചെയ്യുകയും വേണം. അവർ ഒരു ജനാധിപത്യ സർക്കാരിനെ പിന്തുണയ്ക്കണം. അതിനർത്ഥം വോട്ട് ചെയ്യണമെന്നല്ല, കാരണം അവർക്ക് ഫെഡറൽ തെരഞ്ഞെടുപ്പിലോ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലോ വോട്ട് ചെയ്യാൻ കഴിയില്ല. 18-നും 25-നും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാരാണെങ്കിൽ സൈനിക സേവനത്തിനായി സെലക്റ്റീവ് സർവീസിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. US-ൽ ഒരു വിസ തെറ്റായി റദ്ദാക്കപ്പെട്ടാൽ വിസ നൽകുന്ന കോൺസുലേറ്റിൽ പുനഃപരിശോധന അഭ്യർത്ഥിക്കുകയോ പ്രവേശന യോഗ്യമല്ലെന്ന് ചൂണ്ടിക്കാണിച്ചാൽ ഇളവ് തേടുകയോ ചെയ്യാവുന്നതാണ്. ഒരു ഗ്രീൻ കാർഡ് അല്ലെങ്കിൽ ഒരു പെർമനന്റ് റെസിഡന്റ് കാർഡ് പൗരന്മാരല്ലാത്തവർക്ക് US-ൽ സ്ഥിരമായി താമസിക്കാനും ജോലി ചെയ്യാനും അനുവദിക്കുന്നു. മിക്ക ഗ്രീൻ കാർഡുകളും 10 വർഷത്തിനുള്ളിൽ പുതുക്കേണ്ടതാണ്. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.